കേരള പോലീസിൽ ഒരു പേരുണ്ട്. പബ്ലിസിറ്റിയോ വലിയ ബഹളങ്ങളോ ഇല്ലാതെ വമ്പൻ സ്രാവുകളെ പോലും കൃത്യമായി കൂട്ടിലടച്ച ചരിത്രമുള്ള ഒരു പേര്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും വലിയ കൊമ്പന്മാരായ രാഷ്ട്രീയക്കാർക്ക് പോലും ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ സ്വന്തം പേര് വീണാൽ ഒന്ന് നെഞ്ചിടിക്കും. അതാണ് സാക്ഷാൽ SP ഷൌക്കത്ത് അലി. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ വിവാദ മർദ്ദന കേസ് വെറും 15 ദിവസത്തിനകം പുനരന്വേഷിച്ചു തീർക്കാൻ പുതിയ സർക്കാർ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ കളി ശരിക്കും മാറുകയാണ്. ആരാണ് ശരിക്കും ഈ ഷൌക്കത്ത് അലി? എന്തുകൊണ്ടാണ് അതീവ സങ്കീർണമായ കേസുകൾ വരുമ്പോൾ സർക്കാർ ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞുപിടിക്കുന്നത്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലാതെയോ വലിയ പരിചയം ഇദ്ദേഹവുമായി കാണില്ല. എന്നാൽ കേരള പോലീസിലെയും കുറ്റാന്വേഷണ രംഗത്തെയും ഉദ്യോഗസ്ഥർക്ക് ഷൌക്കത്ത് അലി എന്ന പേര് ഒരു പാഠപുസ്തകമാണ്. കരിയറിലുടനീളം അതീവ സങ്കീർണവും നിയമപരമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതുമായിട്ടുള്ള നിരവധി കേസുകളാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു വശത്ത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾ, മറുവശത്ത് നിയമത്തിന്റെ പഴുതുകൾ. ഇതിനിടയിൽപ്പെട്ട പല അന്വേഷണങ്ങളും വഴിമുട്ടുമ്പോഴാണ് ഷൌക്കത്ത് അലി എന്ന ഓഫീസർ രംഗത്തിറങ്ങാറുള്ളത്. ഏതു വലിയ സമ്മർദ്ദമുണ്ടായാലും നിയമത്തിന്റെ വഴിയിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് മാറാത്ത ഉദ്യോഗസ്ഥൻ. അത്തരമൊരു ശക്തമായ പ്രതിച്ഛായയാണ് ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നമുക്കിനി ഒരൽപ്പം പിന്നോട്ട് പോകാം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൊടുങ്കാറ്റായ TP ചന്ദ്രശേഖരൻ വധക്കേസ്. ഒഞ്ചിയത്ത് വെച്ച് 51 വെട്ടുകളേറ്റ് വീണ ആ വിപ്ലവകാരിയുടെ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏറ്റവും മൂർച്ചയേറിയ ബുദ്ധിയായിരുന്നു അന്ന് DYSP ആയിരുന്ന ഷൌക്കത്ത് അലി. അക്കാലത്ത് എത്ര വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും നട്ടെല്ല് വളയ്ക്കാതെ പ്രതികളായ വമ്പന്മാരിലേക്ക് അന്വേഷണം നയിച്ചത് ഇദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളായിരുന്നു. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ രേഖകളും ശേഖരിച്ച് പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കുന്ന ഇദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അന്വേഷണ ശൈലിയും ആ കൗതുകവും ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണ പോലീസ് രീതികളിൽ നിന്നും മാറി തികച്ചും ശാസ്ത്രീയവും ഡിജിറ്റലുമായ തെളിവുകളെ കോർത്തിണക്കുന്നതിലാണ് ഷൌക്കത്ത് അലിക്ക് പ്രത്യേക വൈദഗ്ധ്യമുള്ളത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ, ഫോൺ റെക്കോർഡുകൾ, ഡിജിറ്റൽ ഫൂട്ടേജുകൾ എന്നിവ കൃത്യമായി വിശകലനം ചെയ്ത് പ്രതികൾക്ക് കോടതിയിൽ ഒരു പഴുതുപോലും നൽകാത്ത രീതിയിലാണ് ഇദ്ദേഹം കുറ്റപത്രം തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ ഷൌക്കത്ത് അലി ചാർജ് ചെയ്യുന്ന കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഇപ്പോൾ SP ആയിരിക്കുന്ന ഷൌക്കത്ത് അലിയുടെ കൈകളിലെത്തിയിരിക്കുന്നത് നവകേരള സദസ്സിലെ മർദ്ദന കേസാണ്. മുൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കേസ്. സാധാരണ നിലയിൽ ഫയലുകളിൽ ഒതുങ്ങിപ്പോവാൻ സാധ്യതയുള്ള ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ 15 ദിവസത്തെ സമയം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു സീനിയർ ഓഫീസർ എന്ന നിലയിൽ ഷൌക്കത്ത് അലിക്കെതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് കാണിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തോളിലുള്ളത്. മുൻപ് പലരും തൊടാൻ ഭയന്ന ഫയലുകളാണ് ഇപ്പോൾ ഷൌക്കത്ത് അലിയുടെ മേശപ്പുറത്തിരിക്കുന്നത്. യൂണിഫോമിന്റെ അന്തസ്സും നിയമത്തിന്റെ ശക്തിയും എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കേസിൽ ഷൌക്കത്ത് അലി എന്ന ഉദ്യോഗസ്ഥന്റെ അന്വേഷണ മികവ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഗൺമാന്മാർക്കെതിരെയുള്ള ഈ പുനരന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി ഇനിയും വരാം.